ഓടയിൽ നിന്ന് ലഭിക്കുമോ? ഇവിടെ നമ്മോട് താടിപ്പാടാൻ പൂമ്പാറ്റകൾ വരും. കിളികൾ നമ്മളെ വട്ടം വിട്ട് പറക്കും. ഈ വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും കിളികൾ നമ്മോടൊത്ത് കൊഞ്ചാതി പോകുന്നുണ്ടോ? ഈ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വരുവാനാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? എനിക്ക് ആകെ ഒരു ചിന്തമേ ഉള്ളൂ, അത് ഞാനിങ്ങനെ സുഖിച്ച് ജീവിക്കും. നിന്റെ ഈ ചിന്ത നാശത്തിലേക്കാണ്. നിനക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. വരൂ വരൂ, നമുക്ക് പോകാം. നിനക്കിനിയും പിന്മാറാൻ സമയമുണ്ട്. എന്തൊരു കഷ്ടമാണിത്. ഞാൻ ഈ പൂന്തോട്ടത്തിലെ സുഖങ്ങളെല്ലാം ഒന്ന് ആസ്വദിച്ചോട്ടെ. നിന്നെ പോലെ ഇളം വെയിലിൽ അഹങ്കരിച്ചവരെ ഞാൻ. പക്ഷേ ഇന്ന് നീ എന്നെ നോക്കൂ. വാടിക്കഴിഞ്ഞു ആരാലും ആകർഷിക്കപ്പെടാതെ ഒന്നിനും സന്തോഷത്തോടെ ഞാനൊരു പാഴ്ചെല്ലുമായി ഇവിടെ കുഴിഞ്ഞു വീഴാൻ പോകും. ഇളവെയിലിലെ നിന്റെ ഈ അഹങ്കാരം ഉച്ചവെയിലിൽ നിന്നെ രക്ഷിക്കുകയില്ല. നശിക്കാതിരിക്കണമെങ്കിൽ നീ വേഗം ഉൾക്കൊള്ളൂ. ഈ തോട്ടത്തിൽ വാടിയ പൂക്കൾ മാത്രമേ ഉള്ളൂ. നിന്റെ കൂടെയോ? ഉച്ചവെയിലിൽ വാടി തളർന്നു നിൽക്കുന്ന നിന്റെ കൂടെയോ? ഞങ്ങൾക്ക് തരാൻ നിന്റെ കയ്യിൽ എത്തുണ്ട്. വരൂ കൂട്ടുകാരെ, നമുക്ക് അടുത്ത തോട്ടത്തിലേക്ക് പോകാം. എന്നെ ചുറ്റി പാടി നടന്നിരുന്ന ഇവർക്ക് വേണ്ടിയിരുന്നത് എന്നിലെ സൗരഭ്യമായിരുന്നു. അത് നഷ്ടപ്പെട്ടിരുന്നു. ഇവർക്ക് വേണ്ടാതെ വാടിത്തുടങ്ങിയ ആർക്കും വേണ്ടാതാണ്. അല്ല, അങ്ങനെയല്ല. നമ്മുടെ സൃഷ്ടാവിൽ എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ടവരാണ്. അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. ഞാനവന് ഒരുപാട് നന്ദി പറഞ്ഞു. ലോകത്തിന്റെ നിറങ്ങൾ കണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച നശിച്ചിരിക്കുന്നു. അവനെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. നശ്വരങ്ങളായ ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ പോയി എനിക്ക് തെറ്റുപറ്റി. ഇനിയും വൈകിട്ടില്ല. ഉച്ചവെയിലിൽ വാടി തളർന്നതിന് മുമ്പ് നീ വേഗം ദേവാലയത്തിലേക്ക് പോകും. അവൻ നിന്നെ തീർച്ചയായും സ്വീകരിക്കും. എനിക്കിനി അവിടെ വരെ എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അവനെ ഞാൻ സ്വീകരിക്കുമോ? എങ്കിൽ ഞാൻ തീർച്ചയായും അവന്റെ അടുത്തേക്ക് പോകും. ചെയ്തു പോയ വീട്ടുകൾക്ക് ഞാൻ അവരോട് മാപ്പ് ചോദിക്കും. അവൻ തീർച്ചയായും നിനക്ക് മാപ്പ് നൽകും. എങ്കിൽ താങ്കളും എന്നോടൊപ്പം വരും. നമുക്ക് ഒരുമിച്ച് പോകാം.
സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്നു. ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിച്ചു വന്നു. യൗവനകാലത്ത് നീ നിന്റെ